ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അതനുകൂലമായി വന്നിട്ടുള്ള നീതി കോടതി പറഞ്ഞു. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹർജി കൊടുക്കുന്നവരോ കക്ഷി ചേരുന്നവരോ കേസ് വാദിക്കുന്നവരുടെയോ അഭിപ്രായങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ അനുസരിച്ച് കൊണ്ടൊരു വിധി പറയുക എന്നുള്ളതല്ല, നീതി നടപ്പാക്കുക എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അവിടെ നീതി കോടതി നടപ്പാക്കി, കോടതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ആ ഒറ്റ കാര്യം മാത്രമാണല്ലോ വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ചിട്ടുള്ളത്. വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ, ആ അന്വേഷണ കമ്മീഷൻ്റെ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, ആ നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആ ഹർജിന്മേൽ ആ ഒരു നിയമനം തെറ്റാണ് എന്ന് കോടതി വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ കൃത്യമായ രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നീതിയുടെ ഒരു വിജയം എന്നുള്ള നിലയിൽ കോടതിയുടെ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സ്റ്റാലിൻ ദേവൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അതായത് പറവൂർ മുൻസിഫ് കോടതിയുടെ വിധി, അതുപോലെ പറവൂർ സബ് കോർട്ടിൻ്റെ വിധിയും, അതുപോലെ 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയും, അതിലൊന്നും ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ വിധിയിൽ മുനമ്പത്തെ 104 ഏക്കറോളം ഭൂമി വഖഫാണെന്ന് കണ്ടെത്തിയതാണ്. അങ്ങനെ ഒരു പരാമർശം വന്നിട്ടുണ്ട്. അത് ശരിയാണോ? അത് ആ ഒരു പരാമർശം അതൊരു പക്ഷേ താങ്കളെയും അതുപോലെ കോടതിയെ സമീപിച്ചവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ വസ്തുതാപരമായി അത് ശരിയാണോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമുണ്ടായിട്ട് ആ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് 1970 വിധിയും പറവൂർ കോടതിയുടെ വിധിയിലൊന്നും ഉണ്ടായില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിയുടെ അഭിപ്രായത്തെയാണോ പരിഗണിക്കേണ്ടത്? കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി തലനാരിഴ കീറി അതേപോലെ തന്നെ പറവൂർ സബ് കോർട്ടിന്റെയും അതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയും ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ടാണ് സ്റ്റാലിൻ ദേവൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഭിപ്രായമാണ് ഞാൻ സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ ആങ്കറുടെയോ അഭിപ്രായമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചാൽ മതി. നമ്മൾ 1970 ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ലേറ്റസ്റ്റ് ആണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലെ വില പോകും. അതെ, അതല്ലെങ്കിൽ ഹൈക്കോടതിയെ ബാധിക്കണം. പൂരം കഴിഞ്ഞ ശേഷം കഥന പൊട്ടിക്കുന്നത് മറ്റേ പൂരം ഡിവിഷൻ ബെഞ്ചിലായിരുന്നു. ഇത് സിംഗിൾ ബെഞ്ചിലെ പൂരം, അത് ഡിവിഷൻ ബെഞ്ചിലെ പൂരമായിരുന്നു. അതല്ല അങ്ങനെ അതാണ് മാഷ്. ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടയ്ക്ക് സംസാരിക്കല്ലേ? ഓക്കെ, അല്ല ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ സംസാരിക്കല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കട്ടെ, ഞാൻ സംസാരിക്കുന്നില്ല. അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹത്തോട് അല്ലല്ലേ? അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹം ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ്, അതല്ല എന്നാണ് ഞാനാണ് തിരുത്തിയത്. അങ്ങനെയല്ല, അദ്ദേഹം 2 കോടതി ഉത്തരവുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, കോടതിയുടെ നിരീക്ഷണമാണ്, ഫൈൻഡിംഗ് ആണ്. ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 10:45 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള പരാമർശമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ 70 കോടതിയിലെ ജഡ്ജിയുടെ വിധിയോ കാര്യങ്ങളോ അല്ല. അതിൽ വളരെ കൃത്യമായ രീതിയിൽ ഹൈക്കോടതി ജഡ്ജി സൂചിപ്പിക്കുന്നു, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറവൂർ കോടതിയും മുൻ കോടതികളും ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയുടെ ആ വാദത്തെയാണ് ഞാൻ സ്റ്റാലിൻ ദേവനെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട കോടതിയെ അംഗീകരിക്കുന്നു. കോടതി ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ സ്റ്റാലിൻ ദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ ഈ പറയപ്പെടുന്ന സമരസമിതിയുടെ നേതാക്കൾക്ക് നിയമോപദേശം കൊടുക്കുന്നവരാണല്ലോ. ഈ കോടതി വിധി പറഞ്ഞതിന് ശേഷം അല്ലല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയണം. കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിലവിലുള്ള അവസ്ഥയിൽ ആ വഖഫ് സംരക്ഷണ സംസാരിക്കല്ലോ സാറേ, അത് നിലവിൽ മുനമ്പം ആക്ഷൻ കമ്മിറ്റിയുടെയും
അവിടെ അവർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള പൂന്തോട്ടം എന്ന് പറയുന്ന അഭിഭാഷകന്റെ ഒക്കെ കഴിവുകേടായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും. കോടതിയിൽ പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവിടെ പറയാതെ ജനം ചാനലിൽ വന്നുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരാമർശം വന്നു, അതിനെ ഖണ്ഡിക്കാൻ നിലവിലുള്ള അവസ്ഥയിൽ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള അവസ്ഥയിൽ നേരത്തെ ഉണ്ടായിരുന്ന കോടതി വിധി തെറ്റാണ്. ഇപ്പോ പറയുന്നത് ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട വിധി പ്രഖ്യാപിച്ചിട്ടുള്ള കോടതിയുടെ വിധിയെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അല്ല, ആ കോടതിയുടെ വിധിയിൽ ഉണ്ടായിട്ടുള്ള ആ പരാമർശമോ അതല്ലെങ്കിൽ കോടതി അത് രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ അത് ഞങ്ങളുടെ കക്ഷികളല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മീഷൻ അത് നിയമവിരുദ്ധമാണ് എന്നും നേരത്തെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നേരത്തെ പറവൂർ കോടതിയും പല കോടതികളും കൃത്യമായ രീതിയിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുകയും വിധി പറയുകയും അതുമായി എത്രയുണ്ട് 104 ഏക്കർ താങ്കൾ അളന്നിട്ടുണ്ടോ? താങ്കൾക്കറിയോ? താങ്കൾ അവിടെ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് 104 ഏക്കർ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? 104 ഏക്കറോളം ഭൂമി വഖഫാണെന്ന് കണ്ടെത്തിയതാണ്. അങ്ങനെയാണ്, അല്ലാതെ അതല്ല. അത് പറവൂർ കോടതിയിലെ പെയിന്റ് തന്നെ അമെന്റ് ചെയ്തു. രണ്ടാമത് ആദ്യം 404.76 എന്ന് പറഞ്ഞിട്ട് പിന്നെ അമെന്റ് ചെയ്തു. 404.76 ഏക്കർ ഭൂമിയാണ്. അല്ല, പറവൂർ കോടതി 104 അല്ല, 404.7 വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട്. ഇത് ബാക്കിയുള്ളവരുടെ നിലപാട് വഖഫ് സംരക്ഷണ സമിതി വളരെ കൃത്യമായ രീതിയിൽ പറയുന്നു. മുനമ്പത്ത് 1900 ഞങ്ങളുടെ ആഗ്രഹമല്ല, നിലവിലുള്ള അവസ്ഥയിലെ രേഖാടികളുടെ അടിസ്ഥാനത്തിലും ഈ പറയപ്പെടുന്ന സിദ്ദിഖ് സെറ്റ് എഴുതി കൊടുത്തിട്ടുള്ള ആധാരത്തിന്റെ അടിസ്ഥാനത്തിലും 404.76 404 അല്ല 404.76 ഏക്കർ വഖഫ് ഭൂമി മുനമ്പത്തുണ്ട് എന്നുള്ളതാണ് വഖഫ് സംരക്ഷണ സമിതിയും അതിന്റെ കൃത്യമായ രേഖകളും തെളിയിക്കുന്നത്. ഇന്നത്തെ ഉത്തരവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? 404 ഉള്ളൂ എങ്കിൽ അന്വേഷണം നടത്തട്ടെ. ജസ്റ്റിസ് ബെച്ചു കുര്യൻ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര ഏക്കർ ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അവിടെ നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ, അവിടെ നിയോഗിച്ചിട്ടുള്ള സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനെ റദ്ദ് ചെയ്യണമെന്നും ആ നിയമനം റദ്ദ് ചെയ്യണമെന്നും അത് നിയമപരമല്ല എന്നുള്ള ഒറ്റ കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ പറയണ്ടല്ലോ, ഇപ്പൊ തന്നെ നേരത്തെ സംസാരിച്ച സ്റ്റാലിൻ ദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ അത് വഖഫ് ഭൂമിയാണ് എന്ന് നേരത്തെ കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ കേട്ടതാണ്. അയ്യോ, അങ്ങനെ കേൾക്കണ അല്ല, ഒന്നുകൂടെ വേണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. സൂചിപ്പിച്ചത് ഹൈക്കോടതിയുടെ ആ ഒരു ഞാൻ കേട്ടതാണ്. ഞാൻ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും, എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് പറവൂർ സബ് കോർട്ടോ അല്ലെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചോ ഇത് വഖഫ് ഭൂമിയാണെന്ന് പരാമർശിച്ചിട്ടില്ല എന്നാണ്. തെറ്റിദ്ധരിപ്പിക്കാതെ ഒരു സെക്കൻഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ബഹുമാനപ്പെട്ട, ഞാൻ തെറ്റിദ്ധരിപ്പിക്കാനൊന്നുമില്ലേ, നിലവിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിട്ടുള്ള വിധിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വച്ചിട്ടുള്ള ഹർജിയും ഇന്നത്തെ ചാനൽ ചർച്ചയുടെ ഹെഡിങ്ങും ഇന്നത്തെ ഈ പറയപ്പെടുന്ന വഖഫ് ഭൂമി 404 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിയെ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളൂ. അത് മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. 1967 പറവൂർ സബ് കോടതിയുടെ മുമ്പിൽ പ്ലെയിൻ അമെന്റ് റിലീസ് ചെയ്തു. ഇവിടെ 404-ന്റെയും 607-ന്റെയും കഥയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞായിരുന്നു കോടതി എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു 404-ന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ഹിസ്റ്ററി അറിയത്തില്ല. താങ്കളാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളുടെ കണക്ക് എത്ര ഏക്കർ ഉണ്ട് അവിടെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതി വളരെ കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താ കൃത്യമായിട്ട് പറഞ്ഞ കോടതി എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു? എന്റെ കമന്റ് അല്ലല്ലോ, നിലവിലുള്ള അവസ്ഥയിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ 404. അല്ല, താങ്കൾ പറ എത്ര ഏക്കർ ഉണ്ട്? എനിക്ക് സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പറയുന്നില്ല, താങ്കൾ പറ എത്ര ഏക്കർ ഉണ്ട്? എവിടെ?
അതിന് നിങ്ങൾ ആദ്യം പോയിട്ട് പറവൂർ സബ് കോടതിയുടെ വിധി വായിക്കണം. ആദ്യമായിട്ട് അതിനെ മനസ്സിരുത്തി വായിക്കുക. അതിന് പ്ലെയിൻ്റെ അമെൻഡ് ആദ്യം 404.76 ആയിരുന്നു. അതിനെ പ്ലെയിൻ്റെ അമെൻഡ് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതെ, എന്നിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാവൂ. ഞാൻ ഒന്നും ക്ലെയിം ചെയ്യുന്നില്ലല്ലോ അതിൻ്റെ ആണെന്ന്. കിട്ടുന്നതെല്ലാം പോരട്ടെ എന്നുള്ള ചിന്ത വേണ്ട. അദ്ദേഹം കിട്ടുന്നതെല്ലാം പോരട്ടെ എന്നുള്ള ചിന്ത വേണ്ട ശ്രീ മുജീബ് റഹ്മാൻ.